ഹലോ എവരിവൺ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ കുറിച്ചാണ്. അതായത് ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് സർഗാത്മക രചനയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ആ സർഗാത്മക രചന നമ്മൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു സർഗാത്മക രചന നമുക്ക് നടത്താൻ സാധിക്കുന്നത്? ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം, അതുപോലെ തന്നെ അത് ക്ലാരിറ്റിയോട് കൂടി ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളുടെ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ പുസ്തകങ്ങൾ എഴുതേണ്ടതെന്ന് പറഞ്ഞു. കാരണം ഇതൊക്കെ ചെയ്താലാണ് നമ്മുടെ റൈറ്റിംഗ്സ് ക്രിയേറ്റീവ് ആയിട്ട് മാറുകയുള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാനുള്ളത് ഒരു ക്ലാരിറ്റി ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ക്ലാരിറ്റിയും ലാംഗ്വേജും നമ്മുടെ ക്രിയേറ്റീവ് റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സുതാര്യമായിട്ട് മറ്റുള്ള ആളുകൾക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാരിറ്റിയോട് കൂടിയും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് വളരെ ലാളിത്യമുള്ള, വളരെ ലളിതമായിട്ട് നമുക്ക് പറയാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള ക്രിയേറ്റീവ് റൈറ്റേഴ്സ് ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഡയറക്ട്നെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. ക്രിയേറ്റീവ് റൈറ്റേഴ്സ് ആകുമ്പോൾ നമ്മൾ ഡയറക്ട്നെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ നമ്മുടെ ഈ ഒരു രചനയിൽ ഉൾപ്പെടുത്തണം. അതായത് നമ്മുടെ ലാംഗ്വേജ് നേരിട്ടുള്ളതായിരിക്കണം. ചില ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലെ, വളഞ്ഞു മൂക്ക് പിടിക്കുക എന്നൊക്കെ. അതായത് അവർ പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് പറയാതെ ഇങ്ങനെ വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്താണ്, നേരിട്ട് ഒരു കാര്യം നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് കിട്ടും. ആ ഓക്കെ, നീ അത് പറഞ്ഞത് ഓക്കെ ആണ്, ഞാനത് ചെയ്തോളാം എന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടും. പക്ഷെ നമ്മൾ വളഞ്ഞു പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മളെ കേൾക്കുന്ന ആൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രചനകൾ എപ്പോഴും ഡയറക്റ്റീവ് ആയിരിക്കണം എന്നാണ് പറയാം. There are several examples of straightforward language in both life and literature. Men and have stage conversations while being silent and thought tight. അപ്പം നമ്മൾ എന്താണ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്താലേ നമുക്കൊരു ക്രിയേറ്റീവ് റൈറ്റർ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഡയറക്ട്നെസ് ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. പിന്നെ വരുന്നത് ഒതന്റിസിറ്റി ആണ്. ഒതന്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആധികാരികതയാണ് അല്ലെ. നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും അതിന് ആധികാരികത ഉണ്ടായിരിക്കണം. വെറുതെ നമ്മളൊരു കാര്യം പറയാതെ, ഇപ്പം നമുക്ക് ഇപ്പൊ സൂര്യനാണെങ്കിൽ മുകളിലാണ് നിൽക്കുന്നത്, സൂര്യനാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതെന്നൊക്കെ പണ്ട് ചരിത്രകാരന്മാര് പറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു രചന അല്ലെങ്കിൽ അവരുടെ വാദങ്ങൾക്കൊന്നും ഒരു ആധികാരികത ഇല്ലായിരുന്നു. പിന്നീടാണ് ചരിത്രങ്ങൾ കണ്ടുപിടിച്ചത് ഭൂമിയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നതെന്ന്. അപ്പൊ പണ്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്? അതായത് സൂര്യനാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതെന്ന് അവർ ചിന്തിച്ചത് എന്തുകൊണ്ടാണ്? അതിന് ശാസ്ത്രീയമായിട്ടുള്ള വീക്ഷണങ്ങളോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ചിന്തകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് കാണുമ്പോൾ ഈ സൂര്യൻ രാവിലെ ഉദിച്ച് ഇങ്ങനെ കറങ്ങി കറങ്ങി രാവിലെ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അതിനുശേഷം വീണ്ടും ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അങ്ങനെ കണ്ടപ്പോൾ ഇവര് വിചാരിച്ചത് ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഒരു ഗ്രഹത്തിന് ചുറ്റുമാണ് സൂര്യൻ കറങ്ങുന്നതെന്ന്. അപ്പോൾ ആ രീതിയിൽ ആധികാരികമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മുടെ രചനകളിൽ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. കാരണം അതെന്താണ്, നമ്മുടെ രചനകളുടെ പ്രായോഗികതയും നമ്മുടെ അതിന്റെ ഒരു ഉറപ്പും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഒതന്റിസിറ്റി അല്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ ഒതന്റിസിറ്റി എന്ന് പറയുന്നത്, ആധികാരികത എന്ന് പറയുന്നത് നമ്മൾ ഒരു രചനകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The desire to write or the impulse to write stems from the need to express oneself. This is the beginning of all writing. When youngsters begin writing, were about an imaginary or actual world, they need to convey what they believe and feel in uppermost in their minds. അപ്പം ഒതന്റിസിറ്റി എന്ന് പറയുന്നത് ആധികാരികതയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ശരിക്കുമുള്ള കാര്യങ്ങൾ, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ
അതിൽ എപ്പോഴും അത് കൃത്യമായിരിക്കണമില്ല, അത് തെറ്റുകൾ സംഭവിക്കാം. അപ്പൊ ഇത് വായിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? നമ്മൾ പറയുന്ന ഇമാജിനറി വേർഡ്സിൽ നിന്നും അത് കൃത്യമല്ലാത്ത, ആധികാരികമല്ലാത്ത വേർഡ്സ് അവര് വിശ്വസിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അത് നമ്മുടെ രചനകളെ മോശമാക്കുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനൊക്കെ ഇത് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ റൈറ്റിംഗ്സിൽ ഈ ഒരു നമ്മൾ ഇമാജിനറീസ് ഫാന്റസി ബുക്കുകളിലൊക്കെയാണ്, ഫാന്റസി ബുക്കുകളിൽ നമുക്ക് നമ്മുടെ ചിന്തകൾ, നമുക്ക് ഭാവനയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ എഴുതാം. പക്ഷെ ചരിത്ര ബുക്കുകളൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഒരിക്കലും ഈ ആധികാരികമല്ലാത്ത കാര്യങ്ങള്, ആധികാരികമല്ലാത്ത സംഭവ വികാസങ്ങളൊന്നും നമ്മൾ ഉൾപ്പെടുത്തി എഴുതാനായിട്ട് ശ്രമിക്കരുത്. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു ഒതന്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന രണ്ട് കോൺസെപ്റ്റ് വേറെയുണ്ട്. അതെന്ന് പറയുന്നത് ദ എക്സ്പീരിയൻസ് ബാരിയർ ആണ്. ദ എക്സ്പീരിയൻസ് ബാരിയർ എന്ന് പറയുന്നത് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അനുഭവം ഇല്ലെങ്കിൽ, ഒരു അനുഭവവേദ്യമായിട്ട് നമുക്കത് ഒരിക്കലും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് എഴുതുന്നത് വളരെയധികം തെറ്റുള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരിക്കലും വിദേശ രാജ്യങ്ങളിലൊന്നും പോയിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ വിദേശ രാജ്യത്തെ പോയതുപോലെ, അല്ലെങ്കിൽ ആ വിദേശ രാജ്യങ്ങളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും എഴുതിയത് വെച്ചിട്ടോ ഒക്കെ ഞാൻ അതിന്റെ ഒരു കഥ എഴുതുകയാണെങ്കിലോ, അല്ലെങ്കിൽ അവിടുത്തെ സംഭവ വികാസങ്ങളെ കുറിച്ച് എഴുതുകയാണെങ്കിലോ അതൊരിക്കലും ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല. ഒരുപാട് തെറ്റുകൾ അവിടെ സംഭവിക്കാം. കാരണം എനിക്ക് അവിടെ ആ ഒരു വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവരെ കണ്ട അനുഭവവേദ്യമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ബാരിയർ അല്ലെങ്കിൽ നമ്മുടെ അനുഭവപരമായ തടസ്സങ്ങൾ നമ്മുടെ രചനകളെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മുടെ പ്രധാനപ്പെട്ട കഥാകാരന്മാരെല്ലാം അവരുടെ കഥകൾ എഴുതുമ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് പോയി താമസിച്ച് അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകി ഒക്കെയാണ് അവർ കഥകൾ എഴുതുന്നത്. കാരണം ആ ഒരു കഥകൾ എഴുതുമ്പോൾ ആ പ്രദേശത്തെ ആളുകളുടെ ജീവിതവും ആ പ്രദേശത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ ആളുകളുടെ സ്വഭാവങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ പോയി താമസിച്ച് അവരുടെ കൂടെ ഇടപഴകിയാൽ മാത്രമേ നമുക്ക് ആ ഒരു അനുഭവം നമുക്ക് കിട്ടുള്ളൂ. ആ അനുഭവത്തിൽ നിന്നേ നമുക്ക് യഥാർത്ഥ രീതിയിലുള്ള കഥകൾ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഈ ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ എഴുതിയപ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു കഥാകൃത്ത് അവിടെ പോയി താമസിച്ച് അവിടുത്തെ ആളുകളുമായിട്ട് ഇടപെട്ടതിന് ശേഷമാണ് ആ ഒരു രചനകളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതുപോലെ നമ്മൾ നേരിട്ട് അനുഭവവേദ്യമായിട്ടുള്ള ആളുകളിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി രചനകൾ നടത്തുമ്പോൾ അത് കൂടുതൽ പ്രായോഗികമായിരിക്കും, അത് കൂടുതൽ ആധികാരികമായിരിക്കും, അല്ലെങ്കിൽ ഒതന്റിസിറ്റി അതിന് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയാണ് അല്ലെ ആടുജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ആടുജീവിതം എന്ന് പറയുന്നത് ബെന്യാമിനാണ് എഴുതിയെങ്കിൽ പോലും ആ ഒരു ആടുജീവിതത്തിലെ ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രമായിട്ട് ആ ഒരു ദുരന്തങ്ങൾ അനുഭവിച്ച വ്യക്തിയിൽ നിന്നും നേരിട്ട് പോയി വിവരങ്ങളൊക്കെ ശേഖരിച്ച് അദ്ദേഹത്തിന്റെ ഒരു സഹായത്തോടു കൂടിയാണ് ബെന്യാമിൻ ഈ ഒരു കഥകൾ എഴുതിയത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ഒരു കഥയെ കൂടുതൽ തീവ്രമാക്കുകയും ആധികാരികമാക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ദ എക്സ്പീരിയൻസ് ബാരിയർ എന്ന് പറയുന്നതും ഒതന്റിസിറ്റിക്ക് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആധികാരികമായിട്ട് എഴുതാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ബാരിയർ ബിറ്റ്വീൻ കൾച്ചർ ആണ്. അതായത് ഇപ്പൊ ഓരോ കൾച്ചറും വളരെ വ്യത്യാസമായിരിക്കും അല്ലെ. നമ്മുടെ കേരളീയമായിട്ടുള്ള ഒരു സംസ്കാരമല്ല വിദേശീയ സംസ്കാരം, അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സംസ്കാരങ്ങളൊന്നും സൗത്ത് ഇന്ത്യൻ സംസ്കാരവുമായിട്ട് ഒന്നിച്ചുള്ളതല്ല. എല്ലാ സംസ്കാരത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു സംസ്കാരത്തെ കുറിച്ച് യാതൊരു അറിവുമില്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തെ കുറിച്ചും ആ അവിടുത്തെ ആളുകളെ കുറിച്ചും നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ തീർത്തും മോശകരമായിരിക്കും, അല്ലെങ്കിൽ അത് തീർത്തും യഥാർത്ഥമല്ലാത്ത കാര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് പണ്ട് കാലം തൊട്ട് കേരളത്തിലെ സ്ത്രീകൾ കുറച്ചും കൂടെ എന്താണ് നല്ല രീതിയിൽ, അതായത് പുരുഷന്മാരുടെ അവരുടെ ഇടപെടലുകളൊക്കെ വളരെ കുറവായിരുന്നു. ആ രീതിയിൽ തന്നെ ഇപ്പൊ നമ്മൾ നമസ്കാരം, അല്ലെങ്കിൽ ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ കൈകൂപ്പിയാണ് നമ്മൾ അഭിവാദ്യം ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ ചില ആചാരങ്ങൾ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ ആയിരിക്കില്ല വിദേശത്ത് ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ ഹഗ് ചെയ്യുകയോ അവർക്ക് കൈ കൊടുക്കുകയോ ഒക്കെ ആയിരിക്കും ചെയ്യുക. അപ്പൊ ഈ ഒരു സംസ്കാരം നമ്മൾ കണ്ടിട്ടില്ല, അനുഭവവേദ്യമായിട്ടില്ല, അത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള ആചാര മര്യാദയാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുന്നത് അവര് മോശമായിട്ടുള്ള സ്ത്രീയാണ്, അല്ലെങ്കിൽ അവര് മോശമായിട്ടുള്ള ആളുകളാണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളുടെ ചിന്ത പോവുക. അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണെങ്കിലും വിദേശത്തുള്ള ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളെ കാണുമ്പോൾ അവരെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ സഹോദരങ്ങളെയോ ഒക്കെ കാണുമ്പോൾ അവരെ ഈ ഒരു രീതിയിൽ
പ്രകടനങ്ങൾ നടത്താറുണ്ട്. കൈകൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ആ രീതിയിൽ അവരുടെ സംസ്കാരം നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയും അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ചിന്തകളൊക്കെ വളരെയധികം മോശമായിട്ട് തീരും. അതുകൊണ്ട് നമ്മുടെ ഓരോ സംസ്കാരങ്ങളും അല്ലെങ്കിൽ ഓരോ നാട്ടിലെയും സംസ്കാരം അനുസരിച്ച് നമ്മൾ കഥകൾ എഴുതുന്നതായിരിക്കും കൂടുതൽ ഉത്തമം എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. പിന്നെ അത് രണ്ടുമാണ് ഈ ഒതന്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ. നമ്മൾ ആദ്യം എന്താണ് നമ്മുടെ എക്സ്പീരിയൻസിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എഴുതാതിരിക്കുക. അതായത് നമുക്കൊരു കാര്യം കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരിക്കലും എഴുതാതിരിക്കുക. അതിന് ഉദാഹരണമാണ് ഒരു ഗ്രാമത്തിലെ ഒരു ആള് അയാൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത നഗരങ്ങളെക്കുറിച്ചും നഗര ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ ആർഭാടങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരിക്കലും യാഥാർത്ഥ്യമായിരിക്കണം എന്നില്ല. കാരണം നമുക്കും അറിയാം അല്ലെ, നമുക്കറിയത്തില്ലാത്ത തീർത്തും കേട്ട് പരിചയമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ എഴുതുകയാണെങ്കിൽ അത് ഒരിക്കലും യഥാർത്ഥമായിരിക്കില്ല. നമ്മൾ അനുഭവിച്ച് കണ്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതുമ്പോഴാണ് അത് കൂടുതൽ ഒതന്റിസിറ്റി ആവുക. അപ്പോൾ അതുപോലെ തന്നെയാണ് നഗരപ്രദേശങ്ങളിലെ വളരെ പൂർവ്വമായിട്ടുള്ള ജീവിതം നയിച്ച ഒരു വ്യക്തി ഗ്രാമങ്ങളിലെ നിഷ്കളങ്കമായ ജീവിതത്തെക്കുറിച്ച് എഴുതാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വളരെ പ്രഗത്ഭരായ ഒരു ഗ്രന്ഥകാരന്മാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഭാവനയിൽ നിന്നും അല്ലെങ്കിൽ കേട്ടറിവുകളിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു യഥാർത്ഥമായ കഥ രൂപപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ബാരിയർ ബിറ്റ്വീൻ കൾച്ചേഴ്സിനകത്ത് കുറച്ച് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ റിസ്കി ടു റൈറ്റ് അബൌട്ട് അവർ അതർ സിവിലൈസേഷൻസ് വിതൗട്ട് റിസർച്ചിങ് ദം thoroughly. One of the reasons why so few Europeans have written about India with any degree of comprehension is because their penetration into our culture has been superficial. അപ്പം ഇത്തരത്തില് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ പല നാടുകളെ കുറിച്ച് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ സംസ്കാരത്തെക്കുറിച്ച് നമുക്കൊരു അറിവില്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അവരെ കുറിച്ച് എഴുതാനായിട്ട് നമുക്ക് സാധിക്കില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മളിലെ തെറ്റിപ്പോകുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് സംസ്കാരത്തെക്കുറിച്ച് പഠിച്ച് വേണം, ഏതെങ്കിലും ഒരു സംസ്കാരത്തെക്കുറിച്ച് എഴുതുവാണെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ രചനകൾ നടത്താനായിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനുള്ള ഒരു how എസ്റ്റാബ്ലിഷ്, അതായത് ഈ ഒതന്റിസിറ്റി എങ്ങനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം, നമുക്ക് ആധികാരികത വളർത്താനായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എഴുതാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എഴുതാൻ പോകുന്ന വ്യക്തികളെ കുറിച്ച് നല്ല രീതിയിൽ നമ്മൾ പഠിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് നമുക്ക് ഒതന്റിസിറ്റി വളർത്താനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടും അനുഭവിച്ചിട്ടുമുള്ള കാര്യങ്ങൾ മാത്രം എഴുതുകയാണെങ്കിൽ നമ്മുടെ രചനകൾ കൂടുതൽ ഒതന്റിക് ആയിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ ഈസ് മാസ്റ്ററി ഓഫ് ദ സബ്ജക്ട് required for achievement of clarity എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. ക്ലാരിറ്റി, നമ്മുടെ നോവൽസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ്സിൽ ക്ലാരിറ്റി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, ക്ലാരിറ്റിയിലൂടെ നമുക്ക് എങ്ങനെ നല്ല മികച്ച രചനകൾ എഴുതാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു അല്ലെ, വല്ലതും ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാബിലിറ്റി വായിക്കുന്ന ആൾക്കും കൂടെ വേണം. അതിപ്പോ എഡ്യൂക്കേഷൻ വഴിയും അതുപോലെ തന്നെ നമ്മൾ ലളിതമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് വഴിയും ഒക്കെ ഈ ഒരു ക്ലാരിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ക്ലാരിറ്റി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി, സുതാര്യമായിരിക്കണം. ഒരു കാര്യവും നമ്മൾ ഈ രചനകൾ നടത്തുമ്പോൾ ഒരു കാര്യവും നമ്മുടെ വായനക്കാരിൽ നിന്ന് മറച്ചു വെക്കാനായിട്ട് സാധിക്കില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി എഴുതിയാൽ മാത്രമേ അതൊരു സുതാര്യമാവുകയുള്ളൂ, അത് ആളുകൾക്ക് അതിന്റെ കണ്ടന്റ് ഒക്കെ ശരിക്കും മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഡസ് എ റൈറ്റർ റേഞ്ച് ബിക്കം ലിമിറ്റഡ് ടു ഹിസ് എക്സ്പ്രഷൻസ് ഓൺലി വാട്ട് ഹി ഹാസ് ഹിംസെൽഫ് എക്സ്പീരിയൻസ്ഡ്. നമ്മൾ പറഞ്ഞു ഒരാൾക്ക് നല്ല രീതിയിൽ കഥകൾ എഴുതണമെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് റൈറ്റിങ്സ് നടത്തണമെങ്കിൽ അയാൾക്ക് ആ ഒരു എഴുതുന്ന തീമിനെ കുറിച്ച് അല്ലെങ്കിൽ എഴുതുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് നല്ല രീതിയിലുള്ള അറിവുണ്ടാവണം, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമേ നല്ല രീതിയിലുള്ള കഥകൾ രൂപപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നമ്മുടെ പല കഥാകാരന്മാരും പല പല നാടുകളിൽ പോയി താമസിച്ച് അവിടുത്തെ ജീവിത രീതികളൊക്കെ കണ്ടറിഞ്ഞ് അവിടുത്തെ കഥാപാത്രങ്ങളെയൊക്കെ ആയിട്ട് മനസ്സിലാക്കി അവിടുത്തെ ആളുകളെയൊക്കെ ആയിട്ട് ഇടപഴകിയതിനു ശേഷമാണ് അവർ ഓരോ കഥകൾ രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഒതന്റിക് ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
ഡിസ്കസ് ദ ഡയമെൻഷൻസ് ഓഫ് ക്ലാരിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ റൈറ്റിംഗ് ആണ്. അതായത് ക്ലാരിറ്റിയും ട്രാൻസ്പെറൻസിയും നമ്മുടെ റൈറ്റിംഗ്സിൽ വേണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ക്ലാരിറ്റിയും ട്രാൻസ്പെറൻസിക്കുള്ള പ്രത്യേകിച്ചുള്ള ഡയമെൻഷൻസ് അല്ലെങ്കിൽ വശങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം കൂടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു മേക്ക് ക്ലിയർ. അപ്പോൾ ക്ലാരിറ്റിയും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസിയും ഉണ്ടാക്കാനുള്ള വശങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് എന്താണോ ക്ലിയർ ആയിട്ട് മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൺവേ ചെയ്യാനുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം സൂര്യനെ കുറിച്ചാണ് അല്ലെങ്കിൽ സൂര്യതാപത്തെ കുറിച്ചാണ് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണം എനിക്ക് ഉണ്ടാവണം. ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ബാക്കിയുള്ളവരിലേക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഏതൊക്കെ രീതിയിൽ പറയണം, എന്റെ അപ്പുറത്തിരിക്കുന്ന ആളുകൾ ഏതൊക്കെ രീതിയിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ളവരാണ് എന്നുള്ള ചിന്താഗതി കൃത്യമായിട്ട് ആ ഒരു രചയിതാവിനുണ്ടെങ്കിൽ മാത്രമേ ക്ലാരിറ്റിയോടെയും ട്രാൻസ്പെറൻസിയോട് കൂടിയും ഓരോ രചനകൾ നടത്താനായിട്ട് സാധിക്കുള്ളൂ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്ലാരിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രോപ്പർ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ക്ലാരിറ്റി നമുക്ക് രചയിതാവിന് ഉണ്ടെങ്കിൽ പോലും അത് വായിക്കുന്ന ആളുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ആ ഒരു നമ്മുടെ തത്വങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളൊന്നും കൃത്യമായിട്ട് അവരിലേക്ക് എത്തണമെന്നില്ല. കാരണം ഇപ്പൊ നിരക്ഷരരായ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ വായിക്കാൻ മാത്രം അറിവുള്ളവർക്കൊക്കെ നമ്മൾ എഴുതുന്ന പുസ്തകങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ചിലപ്പോൾ വായിച്ചെടുക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ വായിക്കുന്ന വേർഡുകൾ ചിലപ്പോൾ മാറിപ്പോയിട്ട് അവർക്ക് അതിന്റെ അർത്ഥം കൃത്യമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്ന പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ വായിക്കുന്ന ആളുകൾക്കും എഡ്യൂക്കേഷൻ ഉണ്ടാകുക എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നോയിങ് യുവർ റീഡർ ആണ്, അല്ലെ? നമ്മൾ പറഞ്ഞു നമ്മളെ വായിക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണ്, അവർക്ക് കൃത്യമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള പുസ്തകങ്ങളാണ് അവർക്ക് താല്പര്യം വായിക്കാനായിട്ട്, അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ ലെവല്, അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള പുസ്തകങ്ങളായിരിക്കും കൂടുതൽ ആസ്വാദികരമാവുക, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ഏത് ഭാഷയിലാണ് എഴുതുന്നത്, പ്രത്യേകിച്ച് ഇപ്പൊ മലയാളികളായിട്ടുള്ള വായനക്കാരെയാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ മലയാളത്തിൽ എഴുതണം, തമിഴ് വായനക്കാരെയാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ തമിഴിൽ എഴുതണം. അപ്പൊ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ എഴുതുവാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയാവുന്ന എല്ലാ ആളുകളിലേക്കും ആ ഒരു രചനകൾ എത്തും. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ റീഡർ, നമ്മുടെ വായനക്കാരെ ആരൊക്കെയാണ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വായനക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ രചനകൾ നടത്തുവാണെങ്കിൽ അത് കൂടുതൽ പോപ്പുലർ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് റിജിഡിറ്റി മേ ഇമ്പയർ ക്ലാരിറ്റി എന്ന് പറയുന്നത്. വളരെ കാഠിന്യമുള്ള വേർഡുകളൊന്നും യൂസ് ചെയ്യാതെ വളരെ ലാളിത്യമുള്ള വേർഡുകൾ യൂസ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അതിന്റെ ആശയം എത്താനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ സംസ്കൃതമൊക്കെ നമുക്കറിയാം, അല്ലെ? സംസ്കൃതമൊക്കെ ഒരിക്കലും എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് വായിച്ചെടുക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. കാരണം വളരെ കടുകട്ടിയുള്ള വേർഡുകളൊക്കെ സംസ്കൃതത്തിലുണ്ട്. അപ്പം അതുപോലെ തന്നെ സംസ്കൃത വേർഡുകളൊക്കെ നമ്മുടെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചില കടികട്ടി വേർഡുകളൊക്കെ മലയാളത്തിലുണ്ട്. അപ്പൊ ആ മലയാളത്തിലുള്ള കാഠിന്യമുള്ള വേർഡുകൾ ചിലപ്പോൾ എല്ലാ ആളുകൾക്കും ഒരുപോലെ മനസ്സിലായെന്ന് വരില്ല. അപ്പൊ നമ്മൾ ലളിതമായിട്ട് അച്ചടി ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതുന്നതായിരിക്കും കൂടുതൽ ഉചിതം. പിന്നെ അതുപോലെ തന്നെയാണ് ക്ലാരിറ്റി ആൻഡ് ലാംഗ്വേജ്. അതും പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ഒരു ഡയമെൻഷനിൽ ഉൾപ്പെടുന്നതാണ്. ക്ലാരിറ്റിയും ട്രാൻസ്പെറൻസിയും റൈറ്റിംഗ്സിൽ ഉണ്ടാകുന്നതിനുള്ള ഡയമെൻഷൻസിൽ ഉൾപ്പെടുന്നതാണ് ലാംഗ്വേജ് എന്ന കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ ആ പോയിന്റ്സ് മാത്രം ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ ആൻസറുകൾ എഴുതാനായിട്ട് സാധിക്കും. പിന്നെ വാട്ട് ഈസ് ഒതന്റിസിറ്റി ഇൻ റൈറ്റിംഗ്, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഹൗ ഒതന്റിസിറ്റി ഈസ് അച്ചീവിങ് ഇൻ റൈറ്റിംഗ്. അപ്പൊ അതും നമ്മൾ പറഞ്ഞു, ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഒതന്റിസിറ്റി എന്താണ്, ഇത് റൈറ്റിംഗ്സിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം, നമുക്ക് ഒതന്റിസിറ്റിയിലൂടെ നമുക്ക് റൈറ്റിംഗ്സ് നടത്താനായിട്ട് നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം, ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒതന്റിസിറ്റി എന്ന് പറയുന്ന ആധികാരികതയാണ്. ആധികാരികത ഉണ്ടാകണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് 2 കാര്യങ്ങളെങ്കിലും ശ്രദ്ധിക്കണം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എഴുതാനായിട്ട് പാടുള്ളൂ. കാരണം നമുക്ക് റിച്ച് ആയിട്ടുള്ള ആളുകളെ കുറിച്ച്, നമ്മളിപ്പോ ഒരു ഗ്രാമത്തിൽ വസിക്കുന്ന തീരെ പാവപ്പെട്ട ആളുകളാണെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആളുകളെ കുറിച്ചും അവരുടെ ആഡംബര ജീവിതത്തെ കുറിച്ചും എഴുതാനായിട്ട് നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ആഡംബര ജീവിതത്തിൽ നിൽക്കുന്ന നഗരവാസികൾക്ക് ഗ്രാമത്തിലെ നിഷ്കളങ്കമുള്ള അല്ലെങ്കിൽ ജീവിത ചെലവിന് തന്നെ ബുദ്ധിമുട്ടുന്ന ആളുകളെ കുറിച്ച് എഴുതാനായിട്ടും ചിലപ്പോൾ പ്രയാസകരമായിരിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനിയിപ്പോ നമുക്ക് എഴുതാനായിട്ട് താല്പര്യമുണ്ട്, ഇപ്പൊ നമ്മൾ റിച്ച് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഗ്രാമങ്ങളെ കുറിച്ച് എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രാമങ്ങളിൽ പോയി വസിച്ചിട്ട് അവിടുത്തെ ആളുകളെയായിട്ട് ഇടപെട്ടിട്ട് നമുക്ക് എഴുതുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം. അങ്ങനെയുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. അപ്പൊ അതായിരിക്കും കൂടുതൽ നല്ലതെന്ന്
നമുക്ക് പറയാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പല കൾച്ചറിനെ കുറിച്ചുള്ള അറിവ് വേണം. ഇപ്പൊ നമ്മൾ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തെ കുറിച്ചാണ് നമ്മൾ ഒരു കഥ എഴുതുന്നതെങ്കിൽ ആ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തെ അവരുടെ സംസ്കാരം എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് ഒരു കഥ എഴുതാനായിട്ട് പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെ നമ്മുടെ സംസ്കാരമല്ല അവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നത്. ചിലപ്പോൾ അവരുടെ ആളുകളെ കാണുന്നത് പോലും അല്ലെങ്കിൽ ചിലപ്പോൾ അന്യപുരുഷന്മാരെ ചിലപ്പോൾ കാണാത്തവരുണ്ട്. അതുപോലെ തന്നെ അവർ വിധവകളായി കഴിഞ്ഞാൽ അവര് വെള്ള വസ്ത്രം മാത്രം ധരിക്കുന്നവരും അതുപോലെ തന്നെ അവരുടെ വളയും കമ്മലും അങ്ങനെയുള്ള ആഭരണങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ കൾച്ചർ ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു കഥകൾ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് കൾച്ചർ നമ്മൾ മനസ്സിലാക്കണം, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് വേണം നമ്മൾ കഥകൾ ഉണ്ടാക്കാൻ. ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കഥകൾക്ക് ഒതന്റിസിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ളത് ആവർത്തിച്ച്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 3rd ചാപ്റ്റർ ആണ്. സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഹെഡിങ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഘടനയാണ് അല്ലെ. അപ്പോൾ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ക്രിയേറ്റീവ് റൈറ്റിംഗ്സിന്റെ ആ ഒരു ഘടന എങ്ങനെയായിരിക്കണം? അതിന്റെ തീമുകളിലാണ് അതിന്റെ ഘടന നിലനിൽക്കുന്നത്. അപ്പൊ ആ തീമിൽ നിന്ന് നമ്മൾ ഓരോ കഥയായിട്ട് രൂപപ്പെടുത്തി എടുക്കുക ചെയ്യുന്നത്. അപ്പം ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് തീംസ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു concept ആണ്. The guidelines discussed about would apply to the genesis of creative effort in general, but some other criteria in the case of short stories and poems can also be used. അപ്പോൾ നമ്മളുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നതിൽ നമ്മുടെ തീംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓരോ ഇപ്പൊ പോയം ആണെങ്കിലും ഷോർട്ട് സ്റ്റോറി ആണെങ്കിലും അതിനൊക്കെ ഒരു തീം ഉണ്ടാവണം അല്ലെ. നല്ലൊരു തീം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കഥ നല്ല രീതിയിൽ പുരോഗമിക്കുള്ളൂ. അപ്പോൾ ആ തീംസ് കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തീം ആയിരിക്കണം അത്. അതുപോലെ തന്നെ അത് റിലവന്റ് ആയിരിക്കണം. അത് മറ്റുള്ളവരുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആ ഒരു തീമുകളാണ് നമുക്ക് എപ്പോഴും ആവശ്യം. ഷോർട്ട് സ്റ്റോറീസ് ആണെങ്കിലും നോവൽസ് ആണെങ്കിലും അതുപോലെ തന്നെ പോയംസ് ആണെങ്കിലും തീം കണ്ടെത്തുക എന്ന് പറയുന്നത് എല്ലാവർക്കും കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ ഹെഡിങ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചില കഥകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില പോയംസ് ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന എന്താണ്? ആ ഹെഡിങ്സ് ആണ് അല്ലെ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു ദേശത്തിന്റെ കഥ, എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള നോവലുകളുടെ ഒക്കെ ഹെഡിങ്സ് നമ്മളെ കുറച്ച് ആകർഷിക്കാറുണ്ട് അല്ലെ. എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ആരുടെ ഉപ്പൂപ്പയ്ക്കാണ് ആന ഉണ്ടായിരുന്നത്, ഈ കഥ എങ്ങനെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് അവസാനിക്കുന്നത് തുടങ്ങിയ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ആ ഒരു ഹെഡിങ് കേൾക്കുമ്പോഴും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള തീം അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രങ്ങൾ ഇതെല്ലാം നമ്മുടെ രചനകളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ തീംസ് ഫോർ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഷോർട്ട് സ്റ്റോറീസിലെ തീംസ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. Before beginning of compose a short narrative, a writer should ensure that it is suitable for conservation into a story. A story should start with a promise, progress through a conflict or complication, and end with a specific revelation. He should be reasonably about the human situation regardless of how limited his experience or observation may be. അപ്പൊ തീംസ് എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് സ്റ്റോറീസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളൊരു ഷോർട്ട് സ്റ്റോറി വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് പിടിച്ചിരുത്താനായിട്ട് അതിന് കെൽപ്പ് ഉണ്ടാവണം. കാരണം നല്ല മനോഹരമായിട്ടുള്ള വരികളിൽ ആദ്യം തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്കത് മൊത്തം വായിച്ചു തീർക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലെ. ഓക്കെ, എന്ത് സംഭവിച്ചു അടുത്തത് എന്നുള്ളൊരു ചിന്ത നമ്മളുണ്ടാവും. അതുപോലെ തന്നെ അത് വളരെ മനോഹരമായി കൊണ്ടുപോകാനും നമുക്ക് സാധിക്കണം. ആ തീം വളരെ മനോഹരമായിട്ട് ഓരോ കഥാപാത്രങ്ങളിലൂടെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അതിന് മനോഹരമായ ഒരു അവസാനം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഒരു മനോഹരമായ അവസാനത്തിലൂടെ അത് തീർത്ത് വെക്കാനായിട്ടും നമുക്ക് സാധിച്ചെങ്കിൽ നല്ലൊരു ഷോർട്ട് സ്റ്റോറി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത് നമുക്കൊരു തീം ഫോർ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്നതിലുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തീംസ് ഓഫ് പോയട്രി ഫോർ പോയട്രി. പോയട്രി എന്ന് പറയുന്ന പോയംസ് അറിയാം അല്ലെ. നമുക്ക് കവിതകൾ നമുക്കറിയാം. അപ്പൊ ആ കവിതകളിലും ഈ തീംസ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓരോ തീമും ആ ഹെഡിങ്സിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് പല പല പോയംസിലെയും പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ, ഇപ്പൊ മനസ്സുനി എന്ന് പറയുന്ന ഒരു കവിതയൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് പല രീതിയിൽ അതിന്റെ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അതിന്റെ
അതിന്റെ ഒരു ആകർഷണീയത നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് കൂടുതൽ വായിക്കാനും ആ ഒരു കഥ എന്താണ്, ഒരു പോയം എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ ഈ ഒരു ഹെഡിങ്സ് കൊണ്ട് സാധിക്കും. A poem statement must capture a reader's attention and imagination in an instant. It is critical that you are completely dedicated to what you are going to say and how you are going to express it before writing a poem on a well-chosen theme. This is to the fundamental thought, content, and tone you intend to adopt. അപ്പോൾ ഈ പോയംസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മുടെ ഷോർട്ട് സ്റ്റോറീസും നോവൽസും പോലെയല്ല അല്ലേ. നമുക്ക് ഷോർട്ട് സ്റ്റോറീസിലും നോവൽസിലും ഒക്കെ നമുക്ക് എന്താണ് പ്രത്യേകത? നമുക്ക് നല്ല രീതിയിൽ ഇലാബറേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഓരോ കഥാപാത്രങ്ങളെ കുറിച്ചും ഓരോ സംഭവ വികാസങ്ങളെ കുറിച്ചും മറ്റുള്ളവരുടെ തോട്ട്സിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ കവിതകളിൽ ഒരിക്കലും അങ്ങനെ സാധിക്കില്ല. വളരെ മനോഹരമായ വേർഡുകളിൽ വളരെ ചെറിയ രീതിയിൽ മാത്രമേ നമുക്ക് ആ ഒരു പോയംസിൽ ആശയങ്ങൾ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ മനോഹരമായ വേർഡ്സിൽ നമുക്കുള്ള പ്രാവീണ്യവും അതുപോലെ നമുക്ക് വായിക്കുമ്പോൾ ഒരു കവിതയായിട്ട് വായിക്കുമ്പോൾ ആ ഒരു പ്രാസം ഒപ്പിച്ചുള്ള വാക്കുകൾ ഈ ഒരു കവിതയിൽ ഉപയോഗിക്കാനൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. എങ്കിലേ ആ ഒരു കവിത മനോഹരമാവുകയുള്ളൂ. ആ തീം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സൂര്യകാന്തി പൂ എന്നൊക്കെ പറഞ്ഞൊരു പോയം ഉണ്ട്. സൂര്യനെ പ്രണയിക്കുന്ന സൂര്യകാന്തി എന്ന് പറയുന്ന ഒരു പോയം. അപ്പൊ ആ ഒരു സൂര്യൻ വരുമ്പോൾ തല ഉയർത്തി നോക്കുകയും സൂര്യൻ അസ്തമിക്കുമ്പോൾ തല താഴ്ത്തിയിരിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ വളരെ മനോഹരമായിട്ട് ഒരു നമ്മുടെ രചയിതാക്കള് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും മനോഹരമായിട്ട് അത്രയും വളരെ ഭാഷാ ഭംഗിയോടുകൂടി നമുക്ക് പോയംസിൽ ഓരോ ആശയങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ എന്താണ്, നമ്മുടെ പല പല പോയംസിൽ നിന്നും ചിലപ്പോൾ നമുക്ക് ആദ്യമൊക്കെ നമ്മൾ എഴുതുന്നതൊക്കെ തെറ്റായിരിക്കാം. അപ്പൊ അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ മികച്ച രീതിയിൽ നല്ല ക്രിറ്റിക്കായിട്ട് നമ്മൾ തന്നെ മാറിയിട്ട് നമ്മുടെ രചനകളെ തന്നെ വിമർശിച്ചതിന് ശേഷം ആ ഒരു വിമർശനങ്ങളിൽ നിന്ന് നമ്മൾ നല്ല കാര്യങ്ങൾ എടുത്ത് ചീത്ത കാര്യങ്ങൾ കളഞ്ഞ് കൂടുതൽ മികച്ചതാക്കി നമ്മുടെ രചനകളെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കൊരു നല്ല ക്രിയേറ്റീവ് റൈറ്റർ ആവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസിൽ ഒന്നെന്ന് പറയുന്നത് തീമാണ്. അതുപോലെ തന്നെ തീം എന്ന് പറയുന്നതിൽ ഷോർട്ട് സ്റ്റോറീസിന്റെ തീം നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ പോയമിന്റെ തീമും നമ്മൾ പറഞ്ഞു. ഇനി എന്ന് പറയുന്നത് ഓപ്പണിംഗ് ആണ്. അപ്പൊ എല്ലാ കാര്യത്തിനും നല്ലൊരു ഓപ്പണിംഗ് ഉണ്ടാവണം അല്ലെ. തുടക്കം ഗംഭീരമാകണം എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ രചനകളിലെയും തുടക്കം നന്നായെങ്കിൽ മാത്രമേ ആളുകൾക്ക് അത് വായിച്ചു വരുമ്പോൾ അത് രസകരമാവുകയും അത് അവർക്ക് കൂടുതൽ പെട്ടെന്ന് അതിന്റെ മുഴുവൻ വായിച്ചു തീർക്കാനുള്ള ഒരു ആവേശം അവർക്ക് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പം in all types of creative writing, the opening is very important. The writings face the problem of finding a suitable opening. The writing has to native through that with a proper imagination, thinking or presentation. അപ്പോൾ ഫെയിൽ സ്റ്റാർട്ട്സ് എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടന്റ് ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ ഒരു കഥ തുടങ്ങാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെയാണ് ഫെയിൽ സ്റ്റാർട്ട്സ് എന്ന് പറയുന്നത്. തെറ്റായ തുടക്കങ്ങൾ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ആദ്യമൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റൊക്കെ വരാം. നല്ല രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിച്ചെന്ന് വരില്ല ആദ്യം. പല ഗ്രന്ഥകാരന്മാരും ആദ്യമൊക്കെ എഴുതുന്നത് എങ്ങനെയാണ്? വളരെ മോശമായിട്ടായിരിക്കും. ആദ്യമൊക്കെ അവരുടെ ഡയറികളൊക്കെയും അതുപോലെ തന്നെ കയ്യെഴുത്ത് പ്രതികളൊക്കെ വളരെ മോശമായിരിക്കും. പക്ഷെ അവരെ തന്നെ ക്രിറ്റിക് ചെയ്ത് അവർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് അവരുടെ രചനകളൊക്കെ മെച്ചപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫെയിൽ സ്റ്റാർട്ട്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. ഫെയിൽ സ്റ്റാർട്ട്സ് ആസ് ആൻ ഇൻവൈറ്റബിൾ പാർട്ട് ഓഫ് ദ ക്രിയേറ്റീവ് പ്രോസസ് ആൻഡ് ഷുഡ് നോട്ട് ബി ഫിയർഡ്. ഈവൻ ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ആസ് എവിഡൻസ്ഡ് ബൈ ദർ ഡയറീസ്, manuscripts and letters had to fight their way through after a series of tortures and embarrassing beginnings. What matters in the writer's ability to function as his own critic, determining it has been able to convey clearly and economically the thoughts as imagination is attempting to organize. Once the imagination begins to click as its verse, the late tale typically finds its own rhythm and takes off on its own revision. Then it parts of one's vision of things and should not be interpreted as failure. നമ്മൾ പറഞ്ഞു തുടക്കം, അതായത് ഫെയിൽ സ്റ്റാർട്ട്സ് എന്നാണ് പറയാം. നമ്മുടെ രചനകളെല്ലാം പ്രത്യേകിച്ച് ഗ്രന്ഥകാരന്മാരായിട്ടുള്ള പല ആളുകളുടെയും രചനകളൊന്നും തുടക്കത്തിൽ നല്ലതായിരിക്കണമെന്നില്ല. അവരെ ഓരോ തെറ്റുകളിൽ നിന്നാണ് അവരുടെ സ്വയം ക്രിറ്റിക്ക് ചെയ്ത്
സ്വയം വിമർശിച്ച് അവരുടെ രചനകൾ കൂടുതൽ മികച്ചതാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്പണിംഗ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ തുടക്കങ്ങൾ തെറ്റായേക്കാം, ഫെയിൽ സ്റ്റാർട്ട്സ് ഉണ്ടായേക്കാം. പക്ഷെ അതിൽ വെറി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ തന്നെ ഒരു വിമർശകനായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്തെടുത്തതിന് ശേഷം നല്ല മികച്ച രചനകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ തന്നെയാണെങ്കിലും ഓരോരോ എക്സാംസ് നമ്മൾ നടത്താറുണ്ട് അല്ലെ. അപ്പൊ ഓരോ എക്സാംസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത ടോപ്പിക്സ് നമുക്ക് ഉണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ പാടില്ലാത്ത കുറച്ച് ഇപ്പം ചില ഹിസ്റ്ററി വേർഡ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് മാപ്പുകൾ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല. ചില ആളുകൾക്ക് അതിനകത്ത് ചിലപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മുടെ ഫെയിലിയേഴ്സ്, നമ്മുടെ പോരായ്മകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ട് എക്സാംസ് എഴുതുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള രചനകൾ നടത്തിക്കൊണ്ടിരിക്കുക. ആ രചനകളിൽ നിന്ന് നമ്മൾ തന്നെ നമ്മുടെ വിമർശകരാകുക. ആ വിമർശനങ്ങളിൽ നിന്ന് കൂടുതൽ നല്ല മികച്ച രീതിയിലുള്ള പുസ്തകങ്ങൾ എഴുതാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പൊ ആ കാര്യങ്ങളാണ് ഫെയിൽ സ്റ്റാർട്ട്സ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുക. പിന്നെ ഡിഫറെന്റ് ജനേഴ്സ് ആൻഡ് കൺവെൻഷൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതും നമ്മുടെ ഒരു സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. Each type, such as poetry, drama, or fiction, has its own set of requirements. Even now, risky experiments may only be carried out within the permanence of each type of writing. That writers well in a narrative poetry may sound weird in a novel or short story. But different genres and conventions എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ നോവൽസും അതുപോലെ തന്നെ പോയംസും അതുപോലെ ഷോർട്ട് സ്റ്റോറീസും ഒക്കെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ആളുകൾ നറേറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും എഴുതുക. ചില ആളുകൾ ഒക്കെ കഥ സ്വന്തം ജീവിതത്തിൽ സംഭവിച്ച പോലെ, ഞാൻ ഇങ്ങനെ നടന്നപ്പോൾ ഒരാൾ പുറകിൽ നിന്ന് വന്നു, എനിക്ക് ഭയങ്കര പേടി തോന്നി, ഞാൻ എന്റെ നടത്തം സ്പീഡിലാക്കി എന്നൊക്കെ വേഗത്തിലാക്കി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചില കഥകളിൽ കേട്ടിട്ടുണ്ടാവും. അതേസമയം ചില കഥകളിൽ കുഞ്ഞിപ്പാത്തുമ്മ വളരെ മിടുക്കിയായിരുന്നു, അവൾക്ക് വളരെ നല്ല മികവുണ്ടായിരുന്നു പഠന കാര്യങ്ങളിൽ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള രചനകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ രചനകളിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും അല്ലെ. ഒരാള് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് കഥകൾ പറയുമ്പോൾ മറ്റേ വ്യക്തി, ഗ്രന്ഥകർത്താവ് ഒരു വ്യക്തിയെ കുറിച്ചാണ് അല്ലെങ്കിൽ വേറൊരാളുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഓരോ കഥകളും പല രീതിയിൽ നമുക്ക് കൊണ്ടുപോവുകയും അതിന്റെ അവസാനം പല രീതിയിലാക്കുകയൊക്കെ ചെയ്യാം. പിന്നെ പ്ലാൻഡ് നറേറ്റീവ്സ് ആൻഡ് ഓപ്പണിങ്സ് എന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് സം നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് authors organize their narratives, creating a detailed framework to be flashed out afterwards. In such circumstances, an entrance is carefully designed to become a part of the operational content and structure. It has an impact of the middle and, more importantly, the ending of the novel or short story in question. Such as design usually but not always work well in the hands of a great artist like Henry James. അപ്പോൾ നല്ല പ്ലാൻഡ് ആയിട്ടുള്ള നറേറ്റീവ്സും അതുപോലെ തന്നെ ഓപ്പണിങ്സും ഒക്കെ നമ്മുടെ നോവൽസിനെ കൂടുതൽ മനോഹരമാക്കും എന്ന് പറയാറുണ്ട്. കാരണം ചില നോവൽസ് ഒക്കെ തുടങ്ങുന്നത് പോലെയല്ല അവസാനിക്കുന്നത്. വളരെ മോശമായിട്ട് അല്ലെങ്കിൽ വളരെ ആകർഷകം അല്ലാത്ത രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ വന്ന് വായിച്ച് വരുമ്പോൾ വളരെ ആകർഷണമായിട്ട് നമുക്ക് ആവേശം തരുന്ന നോവലുകളുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ട്വിസ്റ്റോട് കൂടിയിട്ടുള്ള നോവലുകളുണ്ട് അല്ലെ. ഭയങ്കര ട്വിസ്റ്റിംഗ് ഉള്ള ഒരു നോവലുകളുണ്ട്. അതുപോലെ തന്നെ അടുത്തത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ക്യൂരിയോസിറ്റി നൽകുന്ന നോവലുകളുണ്ട്. അതുപോലെ തന്നെയാണ് അതിന്റെ ഓരോ വാക്കുകൾ നമ്മൾ വായിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ അവര് ആ ഒരു ഗ്രന്ഥകർത്താവ് ആ രചനകൾ നടത്തുന്നതിന്റെ രീതികളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ ആ ഓരോ രചനകളെയും വളരെ മനോഹരമാക്കുന്നതിന് സഹായകരമാകും. അപ്പൊ പല പുസ്തകങ്ങൾ വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും, കൂടുതൽ ആളുകളുടെ ചിന്താരീതികൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ബഷീറിന്റെ കഥകളൊക്കെ വളരെ രസകരമാണ്. പൂവമ്പഴം, അതുപോലെ തന്നെ എൻ്റെ ഉപ്പുപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു തുടങ്ങിയ കഥകളൊക്കെ വളരെ രസകരമായിട്ട് അദ്ദേഹം, അതുപോലെ തന്നെ പ്രേമലേഖനം തുടങ്ങിയ ഒരുപാട് കഥകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കഥകളൊക്കെ നമുക്ക് വളരെയധികം രസകരവും അതുപോലെ തന്നെ നമ്മുടെ ചിന്താശേഷിയൊക്കെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള രചനകളാണ്. അപ്പൊ ഇതൊക്കെ പല സ്റ്റോറീസ് വായിക്കുമ്പോൾ നമുക്ക് ആ ഓരോ സ്റ്റോറീസിന്റെയും അർത്ഥവും അവര് പറഞ്ഞിരിക്കുന്ന ഒരു നറേറ്റീവ് രീതിയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓരോ കഥയും എത്രത്തോളം നമ്മളെ ആവേശഭരിതരാക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഓരോ കഥകൾ വായിക്കുമ്പോഴാണ് മനസ്സിലാക്കുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വായനാശീലം ഉള്ളവരാകുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പൊ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ മെച്ചമാകാനും അതുപോലെ തന്നെ നമ്മുടെ
നമ്മുടെ റൈറ്റിംഗ്സ് ഒക്കെ മെച്ചമാകാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്സ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ ദ ഓപ്പണിംഗ് ഇൻ ദ നോവൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് ആണ്. ദ ഓപ്പണിംഗ് ഇൻ ദ നോവൽ എന്ന് പറയുന്നത് പല രീതിയിലാവാം. ചിലപ്പോൾ ഭൂപ്രകൃതികളെ മാത്രം വർണ്ണിച്ചുകൊണ്ടുള്ള ഓപ്പണിങ്സ് ഉണ്ട്. അല്ലാതെ ഓരോ കഥാപാത്രങ്ങളെ, ആ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളെയൊക്കെ വർണ്ണിച്ചുകൊണ്ട് തുടങ്ങുന്ന നോവലുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓപ്പണിങ്സ് ഓരോ നോവലിന്റെയും ഡിഫറെന്റ് ആയിരിക്കും. ദ ഫസ്റ്റ് സെന്റൻസ് ആൻഡ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓർ പാരഗ്രാഫ്സ് are important for a novel. There are different types of opening. The opening can be arresting, stealing, and amusing. It should arouse the reader's interest. For example, Jane Austen, Pride and Prejudice has a very striking opening. അപ്പോൾ നമ്മൾ പറഞ്ഞു നോവൽസിന്റെ ഓരോ ഓപ്പണിങ്സും വളരെ ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഭൂപ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രാമത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള നോവലുകൾ ആരംഭിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ രൂപങ്ങളെയും സ്വഭാവ സവിശേഷതകളെയും വർണ്ണിച്ചുകൊണ്ട് കഥകളൊക്കെ ആരംഭിക്കാറുണ്ട്. അപ്പൊ ഈ പല രീതിയിൽ ഓപ്പണിങ്സ് കൊടുത്താൽ പോലും ആ കഥ മനോഹരമാകുന്നത് ആ ഒരു ഓപ്പണിങ്ങിന്റെ മനോഹാരിതയിൽ നിന്നായിരിക്കും. ആ ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വായിക്കാൻ തോന്നുകയും നമ്മളെ കൂടുതൽ ആകർഷിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഓപ്പണിംഗ് ആയിരിക്കും. അതിനൊരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് എന്ന് പറയുന്ന ഒരു നോവല്, ഇംഗ്ലീഷ് നോവലാണ്. അപ്പൊ അദ്ദേഹം ആ ഒരു നോവല്, പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് എന്ന് പറയുന്ന നോവലില് 5 പെൺകുട്ടികളുള്ള ഒരു അച്ഛന്റെ അമ്മയുടെ കഥ പറയുന്നുണ്ട്. ആ 5 പെൺകുട്ടികളിലെ ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടി, മൂത്ത കുട്ടി, രണ്ടാമത്തെ ബുദ്ധിയും സൗന്ദര്യവും ഒത്തുചേർന്ന ഒരു പെൺകുട്ടി. അപ്പൊ ആ ഒരു പെൺകുട്ടികളുടെ കഥയും അവരുടെ ജീവിതവും ഒക്കെ ആ ഒരു പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് എന്ന് പറയുന്ന ഒരു നോവലിൽ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അവരുമായിട്ട് പ്രണയത്തിലാവുന്ന ആളുകളെ കുറിച്ചും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് എന്ന് പറയുന്ന നോവലിന്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തുടക്കം ആക്കേണ്ടത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് റൈറ്റേഴ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണെന്ന് കൂടെ ഇവിടെ പറയാം. അതുപോലെ തന്നെ ജനറൽ ഹിന്റ്സ് ആൻഡ് സജഷൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു പുസ്തകം എഴുതുമ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഹിന്റ്സ് നമ്മൾ പുറത്ത് കൊടുക്കാറുണ്ട് അല്ലെ. ഈ കഥ എന്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഈ കഥയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു തീം എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചിലപ്പോൾ ഓരോ പുസ്തകങ്ങളൊക്കെ നോക്കുമ്പോൾ അതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ രചയിതാവിന്റെ ഫോട്ടോയും അതിന്റെ കൂടെ അവരെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ഈ ഗ്രന്ഥത്തെ കുറിച്ചുള്ള ഒരു ആമുഖം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, ഒരു ഹിന്റ്സും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ നമ്മൾ രചനകൾ നടത്തിയതിനു ശേഷം നമ്മൾ കൂടുതൽ അറിവുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ കഥകളൊക്കെ പ്രസിദ്ധീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പം ഏതൊക്കെയാണ് പറഞ്ഞത്, നമ്മൾ തീം പറഞ്ഞു, അതുപോലെ തന്നെ ഓപ്പണിംഗ് പറഞ്ഞു അല്ലെ. ഓപ്പണിംഗ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു, തീം പറഞ്ഞു, അതുപോലെ തന്നെ ആ ഒരു ഓപ്പണിംഗ് നറേറ്റീവ് ആയിട്ട് അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അവസാനം എന്ന് പറയുന്നത് ബിൽഡിംഗ് എ ക്ലൈമാക്സ് ആണ്. നമ്മൾ അവസാനം അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് എങ്ങനെ നമ്മൾ രൂപപ്പെടുത്തണം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ക്ലൈമാക്സ് ഇസ് എ ഡ്രാമാറ്റിക് ആൻഡ് period in a story that causes a crisis. A crisis is a pinnacle of tension and a conflict that will inevitably lead to the resolution. The climax of an imagination content narration is a highlighted intensity happening and causes well along the development of the events or incidents already reported. The climax lead to the conclusion of the story's predicament. The resolution may or not follow the expected lines, but it is always convenience. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഒരു ക്ലൈമാക്സ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എല്ലാ ക്രിയേറ്റീവ് റൈറ്റിംഗ്സിലും ഒരു നല്ല രീതിയിലുള്ള ക്ലൈമാക്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രചന കൂടുതൽ വായനക്കാർക്ക് പ്രിയങ്കരമാവും. നമ്മുടെ പല കഥകളുണ്ട്, നമുക്ക് വായിച്ചറിഞ്ഞിട്ടുള്ള പല കഥകളുണ്ട് അല്ലെ. സിൻഡ്രല്ലയുടെ കഥ കുട്ടിക്കാലം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ സിൻഡ്രല്ലയുടെ കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് വളരെ രസകരമാണ്, വളരെ സന്തോഷം നൽകുന്നതാണ് അല്ലെ. അവള് വളരെയധികം ബുദ്ധിമുട്ടി, അവള് വളരെയധികം വേദനകൾ സഹിച്ച് രണ്ടാനമ്മയുടെ കൂടെ ജീവിച്ചതിന് ശേഷം അവൾക്ക് ഒരു രാജകുമാരനെ അവൾ വിവാഹം കഴിക്കുകയും അവൾ വളരെ സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്തു. ഇതൊക്കെ വളരെ രസകരമായിട്ട് അവസാനിപ്പിച്ചിട്ടുള്ള കഥകളാണ്. അതുപോലെ തന്നെയാണ് വേറെ രീതിയിൽ അവസാനിപ്പിച്ചിട്ടുള്ള മറ്റു കഥകളുണ്ട്. എന്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു കഥയില് ആ നോവലില് ആ ഉമ്മയുടെ
ഏറ്റവും വലിയ ഒരു ധൈര്യം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഒരു അഹങ്കാരം എന്ന് പറയുന്നത് എന്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവസാനം വരുമ്പോൾ എന്റെ ഉപ്പൂപ്പായുടെ ആന കുഴിയാനയായിരുന്നു എന്ന് എല്ലാ കുട്ടികളും പറയുന്നു എന്നുള്ള ഒരു സങ്കടത്തോടെ ഒരു കഥ അവസാനിക്കുമ്പോൾ ആ ഒരു രീതിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലൈമാക്സ് കൊണ്ടുവരാനായിട്ട് പല ഗ്രന്ഥകാരന്മാരും ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ക്ലൈമാക്സ് കൊടുക്കുന്നതും ക്ലൈമാക്സിൽ നമുക്ക് കിട്ടുന്ന സന്തോഷമൊക്കെ നമ്മളുടെ ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ക്ലൈമാക്സ് ആൻഡ് റെസൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ക്ലൈമാക്സും അതിന്റെ പ്രമേയം ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ദ സ്റ്റോറി മൂവ്സ് ടുവേർഡ്സ് ഇൻ ക്ലൈമാക്സ്. അപ്പൊ ക്ലൈമാക്സിലൂടെ ക്ലൈമാക്സിൽ എത്തുന്നതിന് മുൻപ് ഒരു കഥ എങ്ങനെ അവസാനിച്ച് വരുന്നു എന്നുള്ളത് രസകരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. നമ്മൾ ഒരു കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അവസാനം എത്താറായി, ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഓരോ ചിന്തകൾ വരും അല്ലെ. നമ്മൾ ചില ഊഹാപോഹങ്ങളിൽ എത്തും. അപ്പൊ ആ ഊഹങ്ങളൊക്കെ ചിലപ്പോൾ ശരിയായിട്ട് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു രസകരമായ അനുഭവങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റീവ് റൈറ്റിംഗിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് റെസൊല്യൂഷൻ ഓഫ് എ ക്രൈസിസ്. പ്രതിസന്ധികളെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു പ്രമേയം എങ്ങനെയാണ് അതിന്റെ ക്രൈസിസിലൂടെ ഓരോ നോവലും അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്നത് നമുക്ക് കാണാം അല്ലെ. എല്ലാ കഥാപാത്രങ്ങളും സുഖമായിട്ട് ജീവിച്ച് അവസാനിക്കുകയല്ല ചെയ്യുന്നത്. ആ ഒരു സുഖമായ ജീവിതത്തിനിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരും അല്ലെ. അത് സിനിമകളിലായാലും അതുപോലെ തന്നെ കഥകളിലായാലും നോവലുകളിലായാലും എല്ലാം ഒരുപോലെയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം വരികയും ആ ഒരു പ്രശ്നം അവരെ അലട്ടുകയും ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അവർ ഓവർകം ചെയ്ത് നല്ലൊരു രീതിയിൽ ജീവിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എല്ലാ കഥകളുടെയും അതുപോലെ തന്നെ മിക്ക സിനിമകളുടെയും ഒക്കെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു നോവലുകളിൽ ക്രൈസിസും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് എൻഡിങ്സ് ആണ്. നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു അവസാനം നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങും ഇങ്ങും തൊടാത്തുള്ള ഒരു അവസാനം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വായനക്കാർക്ക് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നല്ല രീതിയിലുള്ള വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു അവസാനം കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. നമ്മൾ വന്ദന സിനിമയൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഓർക്കാറുണ്ടല്ലേ, മോഹൻലാലും ആ ഒരു പെൺകുട്ടിയും നായികയും തമ്മിൽ ചേരാതെ പോയല്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമമൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിൽ ഒരു അവസാനമില്ലാതെ ഒരു യാത്ര കണ്ടിന്യൂ ചെയ്യുന്ന പോലെ തോന്നലോട് കൂടിയാണ് അത് അവസാനിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു തോന്നൽ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു അവസാനം കൊടുക്കാനായിട്ട് ക്രിയേറ്റീവ് റൈറ്റിംഗ്സിൽ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ മികച്ചതായിരിക്കും എന്ന് നമുക്ക് പറയാം. അതുപോലെ മറ്റൊരു കാര്യമാണ് സർപ്രൈസ് എൻഡിങ്സ് എന്ന് പറയാം. സർപ്രൈസ് എൻഡിങ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ കഥകളും ഒരേ രീതിയിൽ അവസാനിക്കാതെ ചിലപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള അവസാനങ്ങൾ ചില കഥകൾക്കും നോവലുകൾക്കും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സർപ്രൈസ് എൻഡിങ്സ് എന്ന് പറയുന്നത് കൂടുതൽ കാണികളെയും നമ്മുടെ വായനക്കാരെയൊക്കെ കൂടുതൽ ആവേശഭരിതരാക്കും. There are as many different types of endings as there are short stories and novels, and the options are endless. Short stories are distinguished by their competence, limited scope, and concentrated effects. As a result, their endings will be dictated by both the nature and material and how is proceeded. It would be incorrect to generalize about endings in stories because they are a complicated kind of writings that encompasses numerous narrative types. But a few familiar instances may be given in a demonstrate and extend in the restriction. അപ്പോൾ സർപ്രൈസ് എൻഡിങ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം രസകരമായിട്ട് തോന്നിയും ചിലപ്പോൾ നമ്മുടെ കഥകളിലും നോവലുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ സർപ്രൈസ് എൻഡിങ്സ് ഉണ്ടാവുന്നത് നമ്മുടെ സിനിമകളിലായിരിക്കും അല്ലെ. നമ്മൾ കൂടുതൽ സിനിമകൾ കാണുന്നവരാണ്. അപ്പൊ സിനിമകളിലുള്ള സർപ്രൈസ് എൻഡിങ്സിനെ കുറിച്ച് നമുക്ക് ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ തന്നെ അത് എത്രത്തോളം കാണികളെ ആവേശഭരിതരാക്കും നമുക്കറിയാം. അതുപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള വളരെ സർപ്രൈസ് ആയിട്ടുള്ള എൻഡിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സർപ്രൈസ് എൻഡിങ്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ വിക്രമാദിത്യൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് കൊടുക്കുന്നത് അല്ലെ. ഒരു ആള് നാട് വിട്ടു പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഒരു IPS കാരനാകുമെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അത് വളരെ മനോഹരമായ വളരെ സന്തോഷകരമായ ഒരു സർപ്രൈസ് ആയിട്ടുള്ള എൻഡിങ് ആയിട്ട് അത് മാറി. അപ്പൊ അങ്ങനെയുള്ള നോവലുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഇത്തരത്തില് നമുക്ക് ഏറ്റവും കൂടുതൽ
ആളുകളെ സന്തോഷിപ്പിക്കാനും അവർക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുമുള്ള എൻഡിങ്സ്, ഒരു സർപ്രൈസ് എൻഡിങ്സ് കൊടുക്കാനായിട്ട് ക്രിയേറ്റീവ് റൈറ്റേഴ്സിന് സാധിക്കണം. പിന്നെ എൻഡിങ് ഇൻ ഫോർമുല സ്റ്റോറീസ് എന്ന് പറയുന്നതും നമുക്ക് ഇവിടെ ഒരു കോൺസെപ്റ്റിലായിട്ട് പറയുന്നുണ്ട്. ഫോർമുല സ്റ്റോറീസ് ഹാവ് ലോങ് ബീൻ popular and critically acclaimed. These stories are published in magazines and other popular journals and follow a specific formula or pattern. They reflect the reader's or fantasies project into the outside world. It is the genuine sense, neither their ends nor the accumulation of moods and promotions are startling. അപ്പോൾ അതുപോലെ എൻഡിങ് ഇൻ ഫോർമുല സ്റ്റോറീസ് എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതിൽ നിന്ന് വന്നു കണ്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ആർ ദ 3 ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒന്ന് എക്സ്പീരിയൻസ് ആണ്, മറ്റൊന്ന് ഒബ്സർവേഷൻ ആണ്, പിന്നീട് മറ്റൊന്ന് ഇമാജിനേഷൻ ആണ്. അപ്പൊ ഈ 3 കാര്യങ്ങളുമാണ് ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റിയുടെ 3 ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? എക്സ്പീരിയൻസ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഒബ്സർവേഷനും അതുപോലെ തന്നെ ഇമാജിനേഷൻ. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങൾ, നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നിരീക്ഷണമാണ്. അതുപോലെ തന്നെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഭാവനയാണ്. ഇത് 3 കൂടി ചേർന്നാലാണ് നമുക്ക് നല്ലൊരു ക്രിയേറ്റീവ് റൈറ്റർ ആവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ എലാബറേറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ ക്ലൈമാക്സ് എങ്ങനെയാണ് ഒരു സ്റ്റോറിയെ വളരെയധികം സന്തോഷകരമാക്കുന്നത്, അല്ലെങ്കിൽ ഒരു നോവലിനെ കൂടുതൽ മികച്ചതാക്കാനായിട്ട് ക്ലൈമാക്സിന് എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. പിന്നീട് ചോദിച്ചു കണ്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ഷോർട്ട് സ്റ്റോറീസിനും അതുപോലെ തന്നെ പോയംസിനും ഒക്കെ തീം ഉണ്ടാക്കുന്നത്, ആ തീമിൽ നിന്ന് എങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള കഥകളും കവിതകളും നമുക്ക് എഴുതാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം, നമ്മളിപ്പോ ഒരു കഥ എഴുതണം അല്ലെങ്കിൽ ഒരു കവിത എഴുതണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് നല്ലൊരു തീം ഉണ്ടോ, നമുക്ക് നല്ലൊരു നമ്മളിപ്പോ ഒരു സിനിമ എടുക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ നമ്മൾ ആളുകൾ എന്താണ് തിരക്കഥ എഴുതും അല്ലെ. നല്ലൊരു സംഭവം നടന്നു അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ കേന്ദ്രീകരിച്ചായിരിക്കും അവർ തിരക്കഥ എഴുതുക. അപ്പൊ നല്ലൊരു തീം ഉണ്ട് എന്നായിരിക്കും ആദ്യം അവർ പറയാം. എന്റെ കയ്യിൽ ഒരു തീം ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ കഥയാക്കാം, തിരക്കഥയാക്കാം എന്ന് പറയാറുണ്ട്. അപ്പൊ ആ രീതിയിൽ തീംസ് എന്ന് പറയുന്നത് ഈ ഒരു കലാരചനകളെയൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു തീമിൽ നിന്ന് മാത്രമേ മനോഹരമായ രചനകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, വളരെ റിലേറ്റീവ് ആയിട്ടുള്ള, വളരെ ക്ലാരിറ്റി ഉള്ള തീമുകൾ ഉണ്ടാക്കേണ്ടത് ഈ ഒരു ഷോർട്ട് സ്റ്റോറീസിലാണെങ്കിലും നോവലിലാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇവിടെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ്. പിന്നെ ഓപ്പണിങ്ങിനെ കുറിച്ചും ചോദിക്കാറുണ്ട് കേട്ടോ, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കാം എന്നുള്ളത്. അപ്പൊ ഓപ്പണിംഗ് നമ്മൾ പറഞ്ഞു എപ്പോഴും വളരെ മനോഹരമായിരിക്കണം. പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് എന്ന് പറയുന്ന നോവലിന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. അത് വളരെ മനോഹരമായിട്ടാണ് ആ ഒരു കഥയെ തുടക്കം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ കഥയുടെ തുടക്കം നമ്മൾ എങ്ങനെ ആകർഷിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ജ്യൂസ് വാങ്ങിക്കുന്നു. ആ ജ്യൂസ് നമ്മൾ ആദ്യം ഒന്ന് കുടിച്ചു നോക്കും അല്ലെ, എന്നിട്ട് നല്ലതാണെങ്കിലല്ലേ നമ്മൾ പിന്നെ അത് ഉപയോഗിക്കുള്ളൂ, പിന്നെ അത് വാങ്ങിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളൊരു നല്ല കഥയാണെങ്കിൽ ഒരു പുസ്തകം എടുത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ അത് നമുക്ക് പിന്നെ വായിക്കണോ അതോ ഇനി വായിക്കണ്ടേ എന്നുള്ള തീരുമാനം എടുക്കുന്നത് എന്താണ്, ആ ആദ്യ പാരഗ്രാഫ് നമ്മൾ വായിച്ചതിന് ശേഷമാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഓപ്പണിംഗ് വളരെ പ്രധാനമാണെന്ന് പറയാം. അപ്പൊ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചാപ്റ്റർ 4 ആണ്. എൻഷറിങ് റീഡബിലിറ്റി ആണ്. Ensuring readability, pictures and conservation play an important role in creative writing, as Lewis Carroll makes Elias say in the courses of her advances in the Wonderland എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻഷറിങ് റീഡബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ വായന, നമ്മൾ പറഞ്ഞു വായന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ആളുകളും വായനശീലം ഉള്ളവരായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മൾ വായനാ ദിനമൊക്കെ ആചരിക്കാറുണ്ട്. കാരണം എന്താണ്, വായനാ ദിനം ആചരിക്കുന്നത് മൂലം എല്ലാ കുട്ടികളിലേക്കും വായനയുടെ ഉപയോഗവും അല്ലെങ്കിൽ വായന കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ കൂടുതലായിട്ട് അവർക്ക് കിട്ടാനായിട്ട് ഈ ഒരു വായനാ ദിനമൊക്കെ ആചരിക്കുന്നത് മൂലം സാധിക്കും. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്നൊക്കെയുള്ള ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തില് വായനയിലൂടെ ഓരോ സംസ്കാരത്തെക്കുറിച്ചും ഓരോ രീതികളെക്കുറിച്ചും ഓരോ ആളുകളുടെ മാനസിക അവസ്ഥകളെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം നമുക്ക് കിട്ടുന്നത് ഈ വായനയിലൂടെയാണ്.
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഓരോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റുകയില്ലെങ്കിൽ പോലും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു അളകനന്ദ അതുപോലെ തന്നെ ഗംഗാ നദി ഈ നദീ തീരങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച പ്രസിദ്ധരായിട്ടുള്ള ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഗ്രന്ഥകാരന്മാർ എഴുതിയിട്ടുള്ള ബുക്കുകളിൽ നിന്ന് ആ നദികളുടെ മനോഹാരിതയും അതുപോലെ തന്നെ അവിടുത്തെ ആളുകളുടെ ജീവിത രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ വായനയിലൂടെയും അവിടുത്തെ ആളുകളെ കുറിച്ചും അവിടുത്തെ ജീവിത രീതികളെ കുറിച്ചും സ്വഭാവ സവിശേഷതകളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് വായന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന് തന്നെ പറയുന്നത്. In this chapter, we will learn the importance of readability as the ultimate objective of all successful writings. അപ്പോൾ റീഡബിലിറ്റിനെ കുറിച്ചും അതിന്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീഡബിലിറ്റി എ റൈറ്റേഴ്സ് ആൻഡ് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. A writer will be called a failure if cannot arrest his readers' interest and sustain it till the end. Anthony Trollope said, "Of all the needs a book has, the chief need is that it be readable." അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവർ രചിക്കുന്ന രചനകൾ ഏറ്റവും മനോഹരമായിട്ട് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ ഓരോ രചയിതാക്കളും അവര് എഴുതുന്ന പുസ്തകങ്ങളൊക്കെ അവരുടെ വായനക്കാരുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ആ വായനക്കാർക്ക് എന്തൊക്കെയാണ് താല്പര്യം, അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള കാഴ്ചകൾ കാണാനാണ്, അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള പുസ്തകങ്ങൾ വായിക്കാനാണ് താല്പര്യം എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രചയിതാക്കൾ ഓരോ കാര്യങ്ങൾ എഴുതുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു മലയാളികൾക്ക് ചില കാര്യങ്ങളോടൊക്കെ ചില പ്രത്യേക നമ്മുടെ സംസ്കാരത്തോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ ആ ഒരു സംസ്കാരത്തിൽ നിന്നുള്ള രചനകളായിരിക്കും അവർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു രചനകൾ എഴുതുന്നത് ആ ഒരു റീഡബിലിറ്റിനെ വളരെയധികം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകും. ഇനി എമേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഈ ഒരു റീഡബിലിറ്റിനെ കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. Books take their place according to their specific gravity and a surplus as potatoes in the tub. A writer must include something existing to make his writing readable. A story and hasn't yet taken any concrete shape of the writer's mind can never work out successfully. If a story or a poem is called an artifact, it is because of its always skillful structured as a product of human workmanship. അപ്പോൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു നോവൽ എഴുതുന്നതിന് മുൻപ് ഓരോ നോവൽ എഴുതുന്ന രചയിതാക്കളും ആ ഒരു നോവലിനെ കുറിച്ചും അതിന്റെ തീമിനെ കുറിച്ചും കൃത്യമായിട്ടൊരു സ്ട്രക്ചർ അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ എഴുതി വരുമ്പോൾ തോന്നുന്നതൊക്കെ എഴുതി വെക്കുന്നതല്ല ആ ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. അവർ ഓരോ കാര്യങ്ങളും ആലോചിച്ച് ആ ഒരു രീതിയിലാണ് അവർ ഓരോ രചനകൾ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഹെഡിങ് എഴുതി എന്തെങ്കിലും ഒരു ഹെഡിങ് എഴുതി അതിന്റെ താഴെ ചുമ്മാ ഓരോന്ന് തോന്നുന്ന പോലെ എഴുതുകയല്ല എല്ലാ രചയിതാക്കളും ചെയ്യുന്നത്. അവർക്ക് ഓരോ സംഭവത്തെ കുറിച്ചും എന്താണ് താങ്കൾ എഴുതുന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാവും. ആ ഒരു അവബോധത്തിൽ നിന്നാണ് അവർ കഥകൾ രൂപപ്പെടുത്തി എടുക്കുക. അതാണ് എമേഴ്സൺ ഇവിടെ പറയുന്നത്. ഓരോ കഥകളും പുസ്തകങ്ങളിലേക്ക് എഴുതുന്നതിന് മുൻപ് ആ ഗ്രന്ഥകർത്താക്കളുടെ മനസ്സിലാണ് എഴുതപ്പെടുന്നതെന്നാണ് പറയാൻ. ഓക്കെ, ഇനി ചോയ്സ് ഓഫ് എ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസെപ്റ്റ് ആണ് റീഡബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട. സിറ്റുവേഷൻസ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ എൻഷുറിംഗ് റീഡബിലിറ്റി. എ സിറ്റുവേഷൻ ഈസ് എ സ്റ്റോറി വാട്ട് ഫ്ലോർ ഈസ് to be bred. It is not only the substance of the stories of short stories and novels, but also a stuff of poetry. One of the earliest poet outbursts come out of the situation of the stage. Valmiki accidentally seeing the hunter kill a bird, letting its spouse suffer the pages of separation. Epic of all languages have the situation of grave importance as their subject matter, and each epic contains a multiplicity of the situations. അപ്പൊ ചോയ്സ് ഓഫ് എ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു റീഡബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കഥയുണ്ട്. വാൽമീകി ഒരു വേടൻ ആ ഒരു പക്ഷീനെ അമ്പ് ചെയ്ത് കൊല്ലുന്നത് ആ ഒരു പക്ഷീനെ തന്റെ പ്രിയതമ്മയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണമാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് വാൽമീകി. അപ്പോൾ ആ പ്രാവിന്റെ ആ ഒരു അമ്പ് ചെയ്ത് കൊല്ലപ്പെട്ട ആ പ്രാവിന്റെ ഇണ ദൂരെ ഇരുന്ന് കരയുന്നത് കണ്ട്
ആ ഒരു സന്യാസിക്ക് വളരെയധികം സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കഥകളുണ്ട്. അപ്പൊ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ കഥകൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ആ കഥകൾ എന്ന് പറയുന്നതും ആ ഒരു ഭാവന എന്നൊക്കെ പറയുന്നതും നമ്മുടെ റീഡബിലിറ്റിനെയൊക്കെ വളരെയധികം എൻഹാൻസ് ചെയ്യിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ അടുത്ത ദിവസം വരുമ്പോൾ നമ്മൾ പഠിച്ച അത്രയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോരാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? ഇതുവരെ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? ഓക്കെ ആണോ? ഇതെന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണേ. അപ്പൊ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ വളരെ എന്താ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളല്ല നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഒരു ഔട്ട്കം ആണ്, ഒരു ആയിട്ടുള്ള ഒരു ഓവർ വ്യൂ ആണ് എപ്പോഴും ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ പറയാം. അപ്പം കൃത്യമായിട്ട് നമുക്കൊരു കോൺസെപ്റ്റുകൾ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സാംസിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ രചനകൾ, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ഭാവനയിൽ നിന്ന് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ എഴുതി വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ദീപ ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്സേ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.